നമസ്കാരം. പി എം ശ്രീ പദ്ധതി വീണ്ടും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോവുകയാണ്. എന്താണ് ഈ ഒറിജിനലി പി എം ശ്രീ പദ്ധതി? ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ സ്കൂൾ വിദ്യാഭ്യാസം, പ്രൈമറി വിദ്യാഭ്യാസം, അംഗനവാടി മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ നടക്കുകയാണ്. ഇപ്പം അംഗനവാടി മേഖലയിൽ നടക്കുന്ന വലിയൊരു പരിഷ്കാരമാണ് അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗനവാടികളെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഭാഗമായി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ലോജിസ്റ്റിക്കും കൂടി ഉപയോഗിച്ചുകൊണ്ട് അംഗനവാടികളെ പ്രവർത്തിപ്പിക്കണം. അതാണ് പുതിയൊരു മാറ്റം. അതുപോലെ തന്നെ വയസ്സിൽ 5 വയസ്സ് 6 വയസ്സെന്ന് പറഞ്ഞ് വയസ്സിൽ വ്യത്യാസമുണ്ട്. പ്രൈമറി സ്കൂളിൽ ചേർക്കുന്നതിന്, ലോവർ പ്രൈമറിയിൽ, ഹയറിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിൽ വരുമ്പോൾ, ഹയർ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ വലിയ മാറ്റമുണ്ട്. സെമസ്റ്റർ സിസ്റ്റം ഉണ്ട്. FUGP എന്നൊക്കെ പറയുന്ന 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഫോർത്ത് ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, FUGP എന്നൊക്കെ പറയുന്ന വലിയ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ 2 പരിഷ്കാരങ്ങളാണ്. ഒന്ന് PM ഉഷ പദ്ധതി, ഒന്ന് PM ശ്രീ പദ്ധതി. PM ഉഷ പദ്ധതി കോളേജുകൾക്കും PM ശ്രീ പദ്ധതി സ്കൂളുകൾക്കും. PM ഉഷയിൽ ആവശ്യം പോലെ പൈസ വാങ്ങുന്നുണ്ട്, അത് ഒരു തർക്കമില്ലാതെ പോകുന്നു. പക്ഷെ PM ശ്രീയിലേക്ക് പൈസ വാങ്ങുന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ സമയത്ത് LDFിൻ്റെ ഘടകകക്ഷികളായ CPM ഉം CPI തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയില്ല, വലിയ തർക്കം നടന്നു. ആ തർക്കത്തിൽ അവസാനം CPI അറിയാതെ, ക്യാബിനറ്റ് പോലും അറിയാതെ ഡൽഹി പോയി ഒപ്പുവെച്ചു. ഡൽഹി പോയി ഒപ്പുവെച്ചതിന് ശേഷം പിന്നെ വലിയ തർക്കമായി, കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം തർക്കമായി. അവസാനം അത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഫ്രീസ് ചെയ്തു. പൈസയൊന്നും കൊടുക്കാത്ത സ്ഥിതി വന്നു. പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഷംസുദ്ദീൻ മന്ത്രി, അദ്ദേഹമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, PM ശ്രീ വാങ്ങാം എന്നൊരു തത്വത്തിലൊരു ധാരണയാവുകയും ഇതിന് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഒരു റിപ്പോർട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് PM ശ്രീയിൽ പദ്ധതി വാങ്ങാനാണ് സാധ്യത. ഇങ്ങനെ വാങ്ങാൻ നിൽക്കുമ്പോഴാണ് തർക്കം വരുന്നത്, പ്രശ്നം വരുന്നത്, വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന ഇടത്തു നിന്ന് മാറി പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി ഈ സമയത്തും പണം വാങ്ങുന്നതിനെതിരെ UDSF എന്ന് പറയുന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന UDFിൻ്റെ, KSU, പിന്നെ അതുപോലെ തന്നെ MSF തുടങ്ങിയ സംഘടനകളും SFIയും AISF അടങ്ങുന്ന LDFിൻ്റെ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ LDSFും കാര്യം വലിയ സമരത്തിലേക്കൊക്കെ പോവുകയാണ്. അപ്പോഴാണ് ശിവൻകുട്ടി അങ്കിൾ വന്ന് പറയുന്നു, മാമൻ പറയുന്നു, പിന്നെ നിങ്ങൾ ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ പേപ്പട്ടിയാക്കുന്നു, പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നു, നിങ്ങൾ പട്ടി ആടിനെയാക്കുന്നു, പേപ്പട്ടി ആടിനെയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആട് പട്ടി കഥയുമായി ശിവൻകുട്ടി അണ്ണൻ വരുന്നു. അപ്പോൾ എന്തായാലും വളരെ വലിയ വിവാദത്തിലേക്കാണ് PM ശ്രീ പോയിരിക്കുന്നത്. എന്താണ് സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം. PM ശ്രീയിലെ പൈസ കേരള സർക്കാർ വാങ്ങുമോ, അതോ കേന്ദ്രവുമായി യാതൊരു തർക്കത്തിനുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തർക്കമില്ലെങ്കിൽ കൃത്യമായി പണം വാങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. വാങ്ങും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ PM ശ്രീയിലെ പൈസ കേരളം വാങ്ങുന്നു. ആ പൈസ വാങ്ങിയാലാണ് SSKയിലുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുക, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് ശമ്പളവും മറ്റു കാര്യങ്ങളും. PM ശ്രീയിൽ ഈ സിലബസ് പരിഷ്കാരമൊന്നും PM ശ്രീയിൽ ഇല്ല. അത് സ്റ്റേറ്റിൻ്റെ ചുമതല തന്നെയാണ്, സ്റ്റേറ്റിൻ്റെ SCERT തന്നെയാണ് PM ശ്രീയുടെ ഇത് ചെയ്യുന്നത്. PM ശ്രീ വന്നാലും അതേസമയം മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വൈസും മറ്റ് പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമായി വരും. അത് പല സ്കൂളുകളിലും, കുറച്ച് സ്കൂളുകളിലാണ് വരുന്നത്. മോഡൽ സ്കൂളുകളായിട്ട്, റെസിഡൻഷ്യൽ മോഡൽ സ്കൂളുകളായിട്ട് എടുക്കുന്ന കുറച്ച് സ്കൂളുകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് അങ്ങനെ വളരെ മനോഹരമായൊരു പദ്ധതിയാണ്. ഈ പല ന്യായങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നമുക്കിപ്പോൾ കിട്ടാത്ത രീതിയിലേക്ക്, പദ്ധതി വേണ്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്.